വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 23, 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യേശു ജെറൂസലേമിനെ കുറിച്ച് വിലപിക്കുന്നു. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ, നിങ്ങളുടെ ഭവനം പര്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. യേശുവിന്റെ വിലാപങ്ങൾ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള യേശുവിന്റെ ശക്തമായ വിലാപങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം. മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും മനുഷ്യന് നന്മ ഉണ്ടാകുന്നതിനു വേണ്ടി, മനുഷ്യന് രക്ഷയുണ്ടാകുന്നതിനു വേണ്ടി, മനുഷ്യന് സ്വസ്ഥത കൈവരുന്നതിനു വേണ്ടി നടത്തിയ ദൈവത്തിന്റെ ഇടപെടലുകൾ ഒക്കെ അതാതവസരത്തിൽ മനുഷ്യൻ അതിനെ അവഗണിക്കുകയും എന്നല്ല ധിക്കാരപൂർവം ആ ഇടപെടലുകളോട് വർത്തിക്കുകയും ചെയ്തതിൽ ഉള്ള ദുഃഖം ആണ് യേശുവിന്റെ ഈ വിലാപത്തിൽ ദൃശ്യമായിട്ട് നമുക്ക് കാണാനാവുക. ഇവിടെ ഒരു സത്യം യേശു വെളിപ്പെടുത്തുന്നുണ്ട്. ലഭിക്കുന്ന സാഹചര്യങ്ങള് നാം ധിക്കാരപൂർവവും അഹങ്കാരത്തിന്റെ അടിസ്ഥാനത്തിലും പെരുമാറുമ്പോൾ നന്ദിഹീനതയോടുകൂടി നാം ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഇടവരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ പരിഹാരം നാം തന്നെ ചെയ്യേണ്ടി വരും എന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള വലിയൊരു താക്കീതും യേശു ഇന്നത്തെ സുവിശേഷത്തിൽ വ്യക്തമാക്കുകയാണ്. ഒരു വശത്ത് ആത്മാർത്ഥത തുളുമ്പുന്ന യേശുവിന്റെ കരുതലുള്ള സ്നേഹം അംഗീകരിക്കാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള തളം കെട്ടി നിൽക്കുന്ന ദുഃഖം, മറുവശത്ത് മനുഷ്യന്റെ നന്ദിഹീനതയും അവിവേകവും ധിക്കാരപൂർണവുമായിട്ടുള്ള പെരുമാറ്റം എത്ര കണ്ട് മനുഷ്യന് തന്നെ ഹാനികരമാകാൻ ഇടവരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും കണ്ടുകൊണ്ട് മനുഷ്യനെ ഓർത്ത് യേശു വിലപിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. നമ്മെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു വിലാപം യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പുറപ്പെടാൻ ഇടവരാത്ത വിധത്തിൽ കരുതലോടുകൂടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി നന്ദിയോടുകൂടെ നാം ജീവിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം.